ക്രിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എൽഡസ്റ്റ് കസിനാണ് നമ്മുടെ സൈഡിൽ. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തെ ആദ്യത്തെ കല്യാണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അലക്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ മുന്നേ വെൻ വി ടോക്ക്ഡ് ഓവർ ദ ഫോൺ ഇറ്റ് വാസ് റിയലി ഈസി ടു ടോക്ക് വിത്ത് ഹിം. അതായത് എനിക്ക് ആദ്യമായിട്ട് ഒരാളോട് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടേ ഇല്ല. കുറേ നാളായിട്ട് പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ. എനിക്ക് തോന്നുന്നു ഞാൻ 6th പഠിക്കുമ്പോൾ ക്രിസ്മസ് ആയിരിക്കും ചിലപ്പം. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അടുത്തൊരു സ്ട്രീമുണ്ട്, ഒരു തോടുണ്ട്, ഒരു പുഴയുണ്ട്. സോ വി യൂസ് ടു ആ സ്ട്രീമിലൂടെ ഞങ്ങളിങ്ങനെ ട്രെക്ക് ചെയ്ത് പോകും, പിക്കിംഗ് പെബിൾസ് ആൻഡ് ലൈക്ക് ഷെൽസ് ആൻഡ് ഫൈൻഡിങ് സ്മോൾ ഫിഷസ്, കാച്ചിങ് സ്മോൾ ഫിഷസ് ആൻഡ് സ്റ്റഫ്. പിന്നെ ആ പുഴയിൽ ഇങ്ങനെ കളിക്കാനും നീന്താനൊക്കെ പോകും. സോ ദോസ് ആർ ആർ ബെസ്റ്റ് ഫൺ മെമ്മറീസ് ഇൻ ദാറ്റ് വീട്. ബെസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രായം വരെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം വീട്ടിൽ നിന്ന് കുറേ ദൂരം ഞങ്ങൾക്ക് നടക്കാനുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് ഡെയിലി നടക്കാനുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 കൊല്ലത്തോളം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നൊരു ബെസ്റ്റ് ടൈമായിട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. രാവിലെയും വൈകിട്ടും ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. Feels very different because she's the first one that's getting married, and it's like, I think for the entire cousins it's like the start of a transition. When your first cousin gets married, like it's like suddenly you're looking at the next phase of life altogether. So I think it's very different, I would say. അലക്സ് ഞങ്ങളുടെ ചേട്ടനായിട്ടാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. പിന്നെ ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ കൂടെയായിരുന്നു. പിന്നെ ആള് പുറമെ ഒരു സൈലന്റ് ആണ്, ബട്ട് നല്ല ടോക്കറ്റീവ് ഒക്കെയാണ്, നല്ല ഫ്രണ്ട്ലി ആണ് ആള്. ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിലൊന്നായ ഒരു വിവാഹ ജീവിതത്തിലൂടെ ഒരു നല്ലൊരു പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചതിലുള്ള സന്തോഷവും കൂടെ ഈ ഒരേ നിമിഷം ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അതെ, അതെ, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉമ്മന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇടയ്ക്ക് നമ്മളെയൊക്കെ ഓർക്കുക, നിങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? മറക്കും നീ, അതുകൊണ്ട് ഓർക്കുക. അപ്പോൾ ക്രിസ്റ്റിനും അലക്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. Stay optimistic. Like you are. Stay happy. Yeah, stay happy and optimistic. Happy All the best. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചല്ലോ.
സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ എങ്ങനെയായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലുള്ള ഒരു സഖി അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയെ ഹവ്വായെ സൃഷ്ടിച്ചു നൽകി അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അലക്സിനെയും ക്രിസ്റ്റീനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യൂസേപ്പേ, ദൈവമാതായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും അവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമാക്കിയിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം വീഴ്ച നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾ ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു.
വാഴാം വിശ്വസ്തമാം ബലിയാകാം. ജീവിതകാലം കൃപയോടെ വാഴാം വിശ്വസ്തമാം ബലിയാകാം. പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സുഖസ്ഥിരനാം സാലാമിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരിശ്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതികരണത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശകീട്ടും സൈത്യന്മാർ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും നിങ്ങളുടെ സത്യത്തിന്റെ ഞാൻ മക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനാകുന്ന നിങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ബോധപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ പുതിയ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും ഇടകാലത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. സഹോദരൻ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിനുള്ള വായന 3-ാം അധ്യായം
1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ടും വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്യമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്നു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവരുടെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ ക്രിസ്റ്റീന, അലക്സ്, എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സരത്തിന്റെ 2026 വർഷം തുടങ്ങി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതുള്ളൂ. അതിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് നമുക്കല്പം ഇന്ന് വായിച്ചു കേട്ട, ഇന്ന് നമ്മൾ പരിഗണനം ചെയ്യുന്ന ഉദാശ ക്രിസ്റ്റീനെയും അലക്സിനെയും സംബന്ധിച്ചിടത്തോളം അവര് ഇന്ന് കുടുംബജീവിതം എന്ന LKG ചേരുന്ന ദിവസമാണ്. അതിൽ നമുക്കറിയാം, കുടുംബജീവിതത്തിൽ PhD എടുത്തവർ വരെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. അതായത് പല രീതികൾ നല്ല പ്രാവീണ്യമുള്ളവരൊക്കെ ഉണ്ടാവും. എങ്കിലും ക്രിസ്റ്റീനെയും അലക്സിനെയും സംബന്ധിച്ചിടത്തോളം അവരിന്ന് പിച്ചു തുടങ്ങുകയാണ്. അല്ലെങ്കിൽ LKG ക്ലാസ്സിൽ ചെന്ന് ഇതിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്ന
നല്ല അറിവൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷെ എന്നാലും ഒരുമിച്ചുള്ള ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയും അലക്സും ഒരുമിച്ച് ഒരു ജീവിതം, കുടുംബ ജീവിതം തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. അതിനായിട്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ട് ഈ അത്താഴയുടെ മുമ്പിൽ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവരായിരിക്കുമ്പോൾ ഇവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നതായിരിക്കും. ക്രിസ്റ്റീന അലക്സ്, നിങ്ങളുടെ കുടുംബ ജീവിതം ദൈവം കനിഞ്ഞു നൽകിയ വലിയൊരു ദാനമാണ്, അനുഗ്രഹമാണ്. അലക്സിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തിരഞ്ഞെടുത്ത് സമ്മാനമായിട്ട് നൽകിയതാണ് ക്രിസ്ത്യനെ. ഒരു സംശയവും വേണ്ട. കാരണം ഉൽപ്പത്തി പുസ്തകത്തില് നമുക്കറിയാം, ഹവ്വായുടെ അടുത്തേക്ക് ആദത്തിന്റെ അടുത്തേക്ക് ഹവ്വായെ കൊണ്ടുവരുന്നത് ദൈവമാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടയാണ് ദൈവം തെരഞ്ഞെടുത്ത് ജീവിത സഖിയായിട്ട് ആദത്തിന് കൊടുത്തത്. അതുപോലെ ഇന്ന് ക്രിസ്ത്യനെ ദൈവം തെരഞ്ഞെടുത്ത് അലക്സിന് സമ്മാനമായിട്ട് നൽകുകയാണ്, പങ്കുവയ്ക്കുവാനായിട്ട്, ഒരുമിച്ച് ജീവിക്കുവാനായിട്ട്. അതുകൊണ്ട് ഇന്നു മുതൽ അലക്സ് ഒരു കാര്യം ഓർക്കണം. അലക്സ് ക്രിസ്ത്യനിയുടെ കുടുംബത്തിനും മാതാപിതാക്കന്മാർക്കും എല്ലാം ഒരു അനുഗ്രഹമാകുവാനായിട്ട് വിളിക്കപ്പെടണമെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെ ക്രിസ്റ്റീന, ഇന്നു മുതൽ നീ അലക്സിനും അലക്സിന്റെ മാതാപിതാക്കന്മാർക്കും കുടുംബങ്ങൾക്കും അലക്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാകുവാനായിട്ട് വിളിക്കപ്പെട്ടവളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, സംശയം വേണ്ട. കാരണം ദൈവം ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരു സമ്മാനം അത് അലക്സിനെ നിനക്ക് ദൈവമാണ് കാണിച്ചു നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു സംശയവും വേണ്ട. അത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് ആദ്യം തൊട്ടുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുന്നത് ദൈവം സമ്മാനം നൽകുന്നവരെ വെച്ചുകൊണ്ടാണ്. നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോയാലും പിന്നീട് ബൈബിളിലൂടെ കടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അബ്രഹാത്തെ വിളിച്ച് തന്റെ ദേശവും തന്റെ ജനങ്ങളെല്ലാം വിട്ട് വേറൊരു ദേശത്തേക്ക് പോകുവാനായിട്ട് ഈശോ പറയുന്നത്, നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും, നിന്നെ ഒരു അനുഗ്രഹമായി ആക്കി മാറ്റും. നീ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ആ ദേശത്തിനും നീയുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും അനുഗ്രഹമായിട്ട് മാറുന്നതാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം. അതേ വാഗ്ദാനമാണ് ഇന്ന് പ്രിയ മക്കളെ നിങ്ങൾക്ക് ദൈവം നൽകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങുന്ന കുടുംബ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾ പരസ്പരം അനുഗ്രഹങ്ങളായിട്ട് മാറും. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹമായി മാറുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നതിൽ ഒരു സംശയവും വേണ്ട. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷം ഏറ്റവും അവസാനിപ്പിക്കുന്നത് അവര് ഈശോയിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയ മക്കളെ, നിങ്ങൾ ഇനി തുടങ്ങുന്ന ജീവിതത്തിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹവും നേർന്നുകൊണ്ട് ദൈവവചനത്തെ തൊട്ട് നിങ്ങൾ സാക്ഷ്യം ചെയ്യരുത്. ആ ദൈവവചനത്തെ മുറുകെ പിടിച്ച് വചനം മാംസമായി നമ്മുടെ വസിച്ചവനാണ് ഈശോ. അതുകൊണ്ട് വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നമ്മുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണിയേശുവിന്റെ പ്രവൃത്തിനാൾ ആഘോഷിച്ചു. ആ ഉണ്ണിയേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകന്റെ നാമമായ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ യേശുവിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം മുന്നോട്ട് വിശ്വസ്താപൂർവ്വം നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിവാഹ കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെ ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ
ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദ്യം പുരുഷനും ജീവിത സഖിയും നൽകിയ ദൈവമേ, അങ്ങയുടെ അടുത്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാസ് യോഗ്യതയോടെ പരിഗണന ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി അനുസരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എലിസബത്തിനെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികൾ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുവാനാകട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിന്റെയും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Oh,
വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നമ്മുടെ പ്രതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Love is patient, love is kind. Love is the hardest thing to find. 'Cause I thought that I found it. A good thing turned bad and I started to doubt it. Now I'm stuck here asking like, what does it take to make it past the passion and stick to the pain? Wondering, is it even out there till you came in my life and showed me what it's like to be loved? I'll show you what I'll do, what I would take, the lengths I would go to, the measures I'd take to be loved. Oh, to be loved by, oh, to be loved by someone who feels, someone who cares, someone who's simply there. Oh, to be loved, oh, to be loved by, oh, to be loved by you. Love is painful, love is hard. Love can see beauty through the scars. There's an art to the age, a brown to the brushstrokes, some burgundy canvas. No one like you got that perfect type of love, only from above, nothing like I'm used to. Yeah, this gon' take some getting used to. Eternity could only be the right amount of time to show how much you mean in my life. I'll show you what I'll do. Alexander born as the younger son to Thomas Sebastian and Molly Thomas Parakotta House, Kerala. Completed his schooling from Dilbara HSS. Did his B.Tech in Mechanical Engineering from Tricycling Engineering College, Bangalore, and PG Diploma in Mechanical Engineering from Canada. And now he is working as a mission operator in Sudbury, Canada. അടുത്ത നമ്മുടെ ക്രിസ്ത്യൻ ചേച്ചിയാണ്. ക്രിസ്ത്യൻ ചേച്ചി of bride, born and brought up in Photographic House as the only daughter of Joseph Matthew and Sarama Joseph. Completed her schooling from Chavra CMI Public School. Did her B.Tech in Computer Science from Samudra College of Engineering and Technology. Worked as an AI developer in TCS Trivandrum. She also did AI and Data Science from Loyalist College, Canada. And currently she is working as a software developer in Rhodes, Canada. ലോകത്തിന്റെ പ്രകാശമാണ് ഇനി അനുഭവിക്കാൻ അന്ധകാലത്തും നൽകുകയിലാണെന്ന് കർത്താവ് അറിയിച്ചതുപോലെ ഇത് തെളിയിക്കുന്ന രീതിയും ഇവരുടെ ജീവിതത്തിൽ വെളിച്ചവും വഴികാട്ടിയുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് I invite Alexander and Christina ചേച്ചി to light the lamp along with their families. Alexanderയും ക്രിസ്റ്റീന ചേച്ചിയെയും രണ്ടുപേരുടെ ഫാമിലിയും കൂടി തിരിതെളിയിക്കാനായി സ്വാഗതം ചെയ്യുന്നു.
symbolizes love, sweetness and warmth. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കേക്കിന് അതിന്റെ സ്വാദ് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രപ്പോർഷണൽ ആവുന്നത് കൊണ്ടാണ്. So cake cutting എന്നത് is not merely sharing sweetness, but a reminder to balance their life through sweetness and bitterness of life. ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മധുരമുള്ളതും കൈപ്പേറിയതുമായ നിമിഷങ്ങൾ ഒരുപോലെ പങ്കിട്ട് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കേക്ക് കട്ടിംഗ്. So now I invite Alex Chetan and Christina Chichi for the same. The sweetness spread through your life as both of you start your journey together today. കുറച്ചുകൂടെ ഒച്ച വേണ്ടേ? കൊടുക്കാല്ലേ? കൈയടിച്ചെല്ലാവരും. Let the flavor of wine flow through your life, making it more joyous and eventful. Happiness was just a fad. The serotonin highs keep falling down. Yeah, I'm in my head, overthinking everything. Swimming in my thoughts, don't let me drown. Every time I need a pick me up, you hit me up. One hit is enough. You got my head above the clouds, my feet up off the ground, and I'm not coming down, 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 down. Got my speakers pumping loud, I'm feeling every sound, and I won't turn them down, 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 down. Oh, and I'm not coming down, 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 down. I'm in my bag, like new Chanel, I'm popping tags. I can see both sides with you around. We're living fast, baby, even if we crash. You gas me up when I'm breaking down. Every time I need a pick me up, you hit me up. One hit is enough. You got my head above the clouds, my feet up off the ground, and I'm not coming down, 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 down. Got my speakers pumping loud, I'm feeling every sound, and I won't turn them down, 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 down. Oh, and I'm not coming down, 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 down. Full stop. Can't believe I live in your thoughts. I think about you all the time, morning, evening, and midnight. Such a wonderful delight. Forgo, give up everything that I own. Yeah, I'd give it all up now just to be with you somehow. Unexpected love was found. You're the rose in a garden, and it
Je rêvais d'un monde nouveau, sans excès cette fois, plutôt plus courtois, un monde bien plus beau. Je l'ai déjà vu 1000 fois, mais jamais sans toi. J'ai cru qu'on était bien ensemble, que rien n'était plus important. Y avait un truc en moi pourtant. Je voyais un truc en toi tout ce temps. Là c'est d'être face aux choses qu'on n'oublie pas. Mais dis-moi qu'il n'est jamais trop tard. Perdons la mémoire, j'y crois. Moi, je rêvais d'un monde nouveau, seulement tous les deux. Ouais, je rêvais d'un monde nouveau, seulement amoureux. Regarde comme on est bien ensemble.